ലൈവ് തുടരുന്നു. ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങളെ പോലെ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് കവർച്ചാ സംഘങ്ങളെയാണ്. കാരണം സംസ്ഥാനത്ത് കവർച്ച വ്യാപിക്കുകയാണ്. കവർച്ചാ സംഘങ്ങൾ വിവിധ വീടുകൾ കേന്ദ്രീകരിച്ച് കവർച്ചയ്ക്ക് പദ്ധതിയിടുന്നു. കാസർഗോഡ് തൃക്കരിപ്പൂരിലാണ് ഒരു വീട് കുത്തി തുറന്ന് ഏറ്റവും ഒടുവിലൊരു മോഷണ ശ്രമം ഉണ്ടായത്. തൃക്കരിപ്പൂർ സ്വദേശി അബ്ദുള്ളയുടെ വീട്ടിലാണ് കവർച്ചാ ശ്രമം നടന്നത്. വീടിന്റെ മുൻഭാഗത്തെ വാതിൽ തകർത്ത് അകത്ത് കടന്ന മോഷ്ടാവ് വീടിനകത്തെ 3 ബെഡ്റൂമിലെയും അലമാരകൾ തുറന്ന് സാധനങ്ങൾ വലിച്ചു വാരിയിട്ടു. നേരത്തെ ഈ വീട്ടിൽ മോഷണം നടന്നിരുന്നു. അന്ന് 3.5 പവൻ സ്വർണം നഷ്ടപ്പെട്ടിരുന്നു. KV ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി. ബൈജു, തുടർച്ചയായി 2ാമത്തെ തവണയാണ് ഈ വീട്ടിൽ മാത്രം മോഷണം നടക്കുന്നത്. പ്രത്യേകിച്ചും കാസർഗോഡ് ജില്ലയിൽ കവർച്ചാ കേസുകൾ നിരവധി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ തൃക്കരിപ്പൂരിലെ അബ്ദുള്ളയുടെ വീട്ടിൽ നടന്ന മോഷണത്തിൽ വലിയ രീതിയിലുള്ളൊരു നഷ്ടം സംഭവിച്ചിട്ടുണ്ടോ? പ്രതികളെ കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? ടോമെ, ഏറ്റവും പ്രധാനം കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ 3 മാസത്തിനിടെ മാത്രം 15ലേറെ കവർച്ചാ കേസുകളാണ് നടന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ കേസുകളിലും സ്വർണം കവർച്ച ചെയ്ത സംഭവമാണ് ഉണ്ടായത്. ഏറ്റവും ഒടുവിലെത്തതാണ് ഇപ്പോൾ തൃക്കരിപ്പൂർ കാവിലാട്ട് VP അബ്ദുള്ള വീട്ടിലെ കവർച്ചാ ശ്രമം. ഈ വീട്ടിൽ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ ഒരു കവർച്ച നടന്നിരുന്നു. 3.5 പവൻ സ്വർണമാണ് അന്ന് നഷ്ടമായത്. ഈ സംഭവം നടക്കുമ്പോൾ ഈ വീട്ടുകാർ ആശുപത്രിയിൽ പോയൊരു സമയത്തായിരുന്നു ഇത്തരത്തിൽ കവർച്ച നടന്നത്. വീടിന്റെ മുൻവശത്തെ വാതിൽ കുത്തി തുറന്ന് വീട്ടിനകത്ത് കയറിയ ഈ മോഷ്ടാക്കൾ 3 ബെഡ്റൂം ഉണ്ടായിരുന്നു ഈ വീട്ടിൽ. 3 ബെഡ്റൂമിലെ അലമാരകളും എല്ലാം വലിച്ചിട്ട നിലയിലായിരുന്നു. എന്തായാലും ഇവിടെ നിന്നും മറ്റ് സ്വർണമോ മറ്റൊന്നും ഇത്തവണ നഷ്ടപ്പെട്ടിട്ടില്ല. നേരത്തെ നഷ്ടപ്പെട്ട കേസിൽ തന്നെ ഇതുവരെ പോലീസിന് പ്രതികളെ പിടികൂടാനായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. ഏതായാലും ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വീടിന് തൊട്ടടുത്താണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് കവർച്ച നടന്നത്. ബംഗളൂരുവിലെ കുടുംബം പോയ സമയത്തായിരുന്നു 15 പവൻ സ്വർണം നഷ്ടപ്പെട്ടത്. അത് മാത്രമല്ല, ഈ മാസം തന്നെയാണ് കരക്കക്കാവ് അതുപോലെ തന്നെ കാലിക്കടവ് ക്ഷേത്രങ്ങളിൽ കവർച്ച നടന്നത്. ഇത്തരത്തിൽ കഴിഞ്ഞ ഒരു 3 മാസത്തിനിടെ നിരവധി കവർച്ചകളാണ്, അതുമാത്രമല്ല കവർച്ചാ ശ്രമങ്ങളും ഉണ്ടായതായാണ് ഈ കണക്കുകൾ വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം പ്രതികളെ പിടികൂടുന്നില്ല, പോലീസിന് പിടികൂടാനാകുന്നില്ല എന്നതാണ്. ഏതായാലും ഇന്ന് ഈ തൃക്കരിപ്പൂരത്തെ സംഭവം ഈ വീടുമായി അടുത്ത് ബന്ധമുള്ള ആളാകാം എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ചന്ദേര പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ടെലിഫോൺ കോളോട് സൈബർ ഇതിന്റെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ഏതായാലും ഈ വീട്ടിൽ നിന്നും സ്വർണം ഒന്നും നഷ്ടമായിട്ടില്ല. ഇവർ നേരത്തെ ഒരു കവർച്ച ഈ വീട്ടിൽ നടന്നുകൊണ്ട് തന്നെ അവർ ജാഗ്രതയിലായിരുന്നു. അത്തരത്തിലുള്ള സ്വർണമോ മറ്റോ വീട്ടിൽ സൂക്ഷിക്കുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് മറ്റ് സ്വർണമോ ഒന്നും നഷ്ടപ്പെട്ടില്ല. പക്ഷേ ഈ വീടിന്റെ വാതിലുകളെല്ലാം കുത്തിപ്പൊളിച്ച നിലയിലാണ്. മാത്രമല്ല 3 അലമാരകളും കുത്തിപ്പൊളിച്ച നിലയിലാണ്. സാധനങ്ങളെല്ലാം വാരി വലിച്ചിട്ട് നിലയിലുമായിരുന്നു. എന്തായാലും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സംഭവ സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും പ്രതികളെ ഉടൻ പിടികൂടുമെന്നാണ് ബൈജു സൂചിപ്പിച്ചതുപോലെ ഈ കവർച്ചാ കേസുകൾ വർദ്ധിക്കുന്നു. പലപ്പോഴും പല കേസുകളിലും പ്രതികളിലേക്ക് എത്താൻ പോലീസിന് കഴിയാറില്ല. എന്നാൽ ഈ കാസർഗോഡ് പടന്നക്കോട് കഴിഞ്ഞ ദിവസം ഒരു മാല കവർന്ന കേസിൽ പ്രതി അതിവിദഗ്ധമായി ഹോസ്ദുർഗ് പോലീസ് പിടികൂടിയിരുന്നു. ഇയാൾ നിരവധി കേസുകളിലെ മുംബൈയിൽ ഒരു കള്ളനോട്ട് കേസിലടക്കം പ്രതിയായിരുന്നു. ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെന്ന വിവരങ്ങളുണ്ട്. അതിവിദഗ്ധമായാണ് പോലീസ് ഈ പ്രതിയെ പിടികൂടിയതെന്ന് പറയുമ്പോൾ അത് എങ്ങനെയായിരുന്നു പോലീസിന്റെ നീക്കങ്ങൾ? ഈ പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞത് എങ്ങനെയാണ് ബൈജു? തീർച്ചയായും ടോമെ, പോലീസിന്റെ ഇത്തരത്തിലുള്ള വീഴ്ചകൾ ചൂണ്ടിക്കാട്ടുമ്പോഴും പോലീസിന്റെ അന്വേഷണ മികവും നമ്മൾ എടുത്തു കാട്ടേണ്ടതുണ്ട്. അത്തരമൊരു സംഭവമാണ് കാഞ്ഞങ്ങാട് നടന്നത്. ഈ കാഞ്ഞങ്ങാട് പടന്നക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് 65-കാരിയായ സരോജിനി അമ്മ ഇത്തരത്തിൽ ഒരു നടന്നു പോകുന്നതിനിടയിൽ അതായത് കോട്ട് ധരിച്ച് ബൈക്കിലെത്തിയ ഒരാൾ ഇത്തരത്തിൽ 3.5 പവൻ സ്വർണ്ണമാല തട്ടിപ്പറിച്ച് കടന്നു കളയുകയായിരുന്നു. ഈ സംഭവത്തിൽ പോലീസിന് ഒരു തുമ്പും ആദ്യം ലഭിച്ചിട്ടില്ല. 43 കിലോമീറ്റർ ദൂരത്തിലുള്ള CCTV ക്യാമറകൾ മുഴുവൻ പരിശോധിച്ചിട്ടും ഈ പ്രതിയെക്കുറിച്ച് ഏതെങ്കിലും സൂചന ലഭിച്ചിട്ടില്ല. തുടർന്നാണ് ഒരു CCTV ക്യാമറയിൽ ഒരു ബസ് ഇത്തരത്തിൽ ഈ ബസ്സിന് പോകുമ്പോൾ ഇതിന് തൊട്ടടുത്ത ഒരു ഇരുചക്ര വാഹനം കോട്ടിട്ട ഒരാൾ പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. അതോടുകൂടി ബസ്സിലെ CCTV ക്യാമറ പരിശോധിച്ചപ്പോഴാണ് കൂടുതൽ ചിത്രം തെളിഞ്ഞത്. അതിനുശേഷം ഈ മോട്ടോർ ബൈക്കിന്റെ നമ്പർ ട്രേസ് ചെയ്ത് ഇതിൽ ഈ ഉടമയുടെ മൊബൈൽ നമ്പറും ട്രേസ് ചെയ്ത് പോലീസ് സംഘം നോക്കിയപ്പോഴാണ് ഈ ബദിയെടുക്ക എന്ന ഒരു സ്ഥലത്ത് ഈ മൊബൈൽ ടവർ ലൊക്കേഷൻ പോലീസിന്
ലഭിക്കുന്നത്. തുടർന്ന് അവിടെ ഒരു കടയിലെത്തിയ ഇയാൾ ഈ കോട്ട് അവിടെ ഊരിവെച്ചു. അതോടുകൂടി ഇയാളുടെ മുഖം തെളിയുകയും ബദിയടുക്ക സ്വദേശി ആണെന്ന് കണ്ടെത്തുകയായിരുന്നു. ഇതിൽ നെല്ലിക്കെട്ട ചെന്നെടുക്കയിലെ CM ഇബ്രാഹിം ഖലീൽ എന്നയാളാണ് ഇതിൽ അവസാനം ഏറ്റവും ഒടുവിലായി അറസ്റ്റിലായിരിക്കുന്നത്. ഇയാളുടെ കടബാധ്യത തീർക്കാനാണ് ഇത്തരത്തിൽ കവർച്ച, ഈ മാല തട്ടിപ്പറിക്കുന്ന സംഭവത്തിന് പിന്നിൽ ഇറങ്ങിയെന്നാണ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഇയാൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുംബൈയിൽ കള്ളനോട്ട് ഇടപാട് കേസുകളിൽ 8 വർഷം ജയിലിൽ കഴിഞ്ഞ ഒരാൾ കൂടിയാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി കാഞ്ഞങ്ങാടും നീലേശ്വരം ഭാഗങ്ങളിൽ പരിസര പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ ഈ കവർച്ചക്കായി ഇയാൾ കറങ്ങി നടത്തിയായിരുന്നെന്നാണ് പോലീസിന് മൊഴി നൽകിയത്. എന്തായാലും അതിവിദഗ്ധമായി വളരെ ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ച് സൈബർ വിദഗ്ധ സഹായത്തോടു കൂടിയാണ് ഇയാളെ പോലീസിനെ ഏതായാലും വലയിലാക്കാൻ കഴിഞ്ഞത്. വലിയ കവർച്ച പരമ്പര തന്നെ ഉണ്ടാകുമായിരുന്നു. ഇയാൾ അത്തരത്തിൽ പദ്ധതിയിട്ടായിരുന്നു ഈ സംഭവത്തിന് ഇറങ്ങിയിരുന്നത്. ആ രീതിയിൽ കോട്ടൊക്കെ ഇട്ട് തിരിച്ചറിയാത്ത രീതിയിലായിരുന്നു ഇയാൾ ഈ കവർച്ചയ്ക്ക് ഇറങ്ങിയത്. ഏതായാലും പോലീസിന് ഇയാളെ പിടികൂടാൻ കഴിഞ്ഞത് ഏറെ ആശ്വാസമാണ്. ഹോസ്ദുർഗ് ഇൻസ്പെക്ടർ NP ആസ്വാദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇയാളെ അതിവിദഗ്ധമായി പിടികൂടിയത്. ടോം, വ്യക്തമാണ്. കാസർഗോഡ് നിന്ന് KB ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് തൃക്കരിപ്പൂരിലുണ്ടായ കവർച്ചാ കേസ്, ആ കേസിൽ പ്രതിയെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കവർച്ചാ ശ്രമമാണ് വീട്ടിലുണ്ടായത്. അടച്ചിട്ട വീട്ടിലായിരുന്നു മോഷണം. കാര്യമായ നഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും അവിടുത്തെ ജനങ്ങൾ, കാസർഗോഡ് ജില്ലയിലെ ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. കാരണം രാത്രി സമയങ്ങളിൽ കവർച്ചകൾ പെരുകുന്നു. എങ്കിൽ പോലും ആശ്വാസകരമായിട്ടുള്ള കാര്യം, പടന്നക്കാട് കവർച്ച മാല പൊട്ടിച്ച കേസിലെ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞതാണ്.